ഹലോ ഗായ്സ്, എല്ലാവർക്കും സഫീർസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ പൂച്ചകളുടെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ പേർഷ്യൻ ക്യാറ്റും ഉണ്ട്, നാടൻ ക്യാറ്റും ഉണ്ട്. അപ്പോൾ നമ്മുടെ പേർഷ്യൻ ക്യാറ്റിൽ ഒരു തള്ളയും 3 കുഞ്ഞുങ്ങളാണുള്ളത്. അപ്പോൾ അവരുടെ വിശേഷങ്ങളും അവരുടെ കളിയും ഒക്കെയാണ് നമുക്ക് ഇന്ന് കാണാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണാം. ഇവരെല്ലാമാണ് നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങൾ അകത്ത് ഓടിച്ചാടി നടക്കുകയാണ്. നമ്മൾ നല്ലൊരു സമയത്തൊക്കെ വീട്ടിലകത്ത് അയച്ചു വിടാറുള്ളൂ, അല്ലെങ്കിൽ ഫുൾ ടൈം ഒരു കൂട്ടിൽ തന്നെ ആയിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ 3 പേരും മെയിൽ ക്യാറ്റുകൾ, ആൺകുഞ്ഞുങ്ങൾ തന്നെയാണ്. ഇവനാണ് കൂട്ടത്തിലെ സുന്ദരൻ. അവൻ്റെ അമ്മയുടെ കൂട്ട് തന്നെ ഇരിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാവരും നോക്കും അമ്മയുടെ രോമം കുറവ്. അമ്മേനെ പ്രസവത്തിനോടനുബന്ധിച്ച് നമ്മൾ ഹെയർ ട്രിം ചെയ്തിട്ടാണ്. ഇപ്പോൾ ചൂടുമായത് ഹെയർ ലോസ് ഉണ്ടാവും. പൂച്ചകൾ പ്രസവിച്ച് കഴിഞ്ഞാൽ പൊതുവേ ഹെയർ ലോസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ വിടുമായിരുന്നു. അപ്പോൾ വിടുന്ന സമയത്ത് ഹെയർ കൊഴിഞ്ഞ് വീടിൻ്റെ അകത്തൊക്കെ ആവുന്നതുകൊണ്ട് നമ്മളെ ഫുൾ ട്രിം ചെയ്ത് ഇട്ടേക്കുമായിരുന്നു. ആ രോമം അവൾക്ക് വളർന്ന് വരുന്നുള്ളൂ. അവളെ മുട്ടച്ചിയാക്കി തേക്കുമായിരുന്നു നമ്മൾ. അതെല്ലാം മാറി ഇപ്പോൾ ഹെയർ വളർന്ന് വന്നതാണ്. നമ്മൾ രാത്രി സമയങ്ങളിൽ കുറച്ച് നേരം ഏകദേശം 1 മണിക്കൂറെല്ലാം നമ്മൾ വീടിൻ്റെ വർക്ക് ഏരിയയിൽ ഇവരെല്ലാവരും അയച്ചു വിടും. വർക്ക് ഏരിയയുടെ ഡോർ അടച്ചിട്ട് അവിടെ ലൈറ്റ് ഇട്ട് അവിടെ ചിലർ കളിക്കാൻ വേണ്ടി വിടും. ആ വിഷ്വൽസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ അവിടെ കളിച്ച് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി കുഞ്ഞന്മാരവിടെ നിന്ന് കളിക്കും. അമ്മ ഇങ്ങനെ അവരെ നോക്കിക്കൊണ്ടിരിക്കും. ഞാനുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം കളിച്ചിരിക്കും. അമ്മ കുഞ്ഞന്മാർ ഇവിടെ കളി തുടങ്ങി കഴിഞ്ഞ് 3 പേരും. അപ്പോൾ നമുക്ക് അവരുടെ കളിയും വിശേഷങ്ങളും എല്ലാം നമുക്ക് കാണാം.
നമ്മളിവിടെ ക്യാറ്റിന് കൊടുക്കുന്നൊരു പ്രത്യേക ഫുഡാണത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ക്യാറ്റ് ഫുഡിൻ്റെ ഇപ്പോഴത്തെ റേറ്റും സംഭവമെല്ലാം നമുക്ക് മുതലാവില്ല. ഇപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു കിലോ ക്യാറ്റ് ഫുഡിന് ഏകദേശം 1 കിലോ അല്ല 2 കിലോ ക്യാറ്റ് ഫുഡിന് ഏകദേശം 1000 രൂപയുടെ അടുത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാറ്റ് ഫുഡിന്. അപ്പോൾ നമുക്കിവിടെ ഇവർ 4 പേരുണ്ട്, അതുകൂടാണ്ട് നാടൻ പൂച്ചക്കുഞ്ഞും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് ഒരു എക്സ്പെൻസീവ് ആവും ഇവർക്ക് എല്ലാവർക്കും കൂടി ഫുൾ ടൈം ക്യാറ്റ് ഫുഡ് തന്നെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവർക്ക് വേറൊരു ഫുഡ് കൊടുക്കും, അത് ചിക്കൻ വെച്ചുള്ള വേറൊരു ഫുഡ്. അപ്പോൾ അത്ര വലിയ കോസ്റ്റ്ലി അല്ലാത്തതും അവർക്ക് വയററിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളതും ആയിട്ടുള്ള ഫുഡ്. അപ്പോൾ ആ ഫുഡിൻ്റെ റെസിപ്പിയെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ആ ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ആ ഫുഡ് ഉണ്ടാക്കുന്നത്, അത് എത്ര അളവ് വെച്ച് കൊടുക്കാം, അത്തരം കാര്യങ്ങളെല്ലാമാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഇടുന്നതാണ്. ഇപ്പോൾ കണ്ട ഇവർക്കിടെ കഴിപ്പ് കണ്ട അവർക്ക് അത്രയും ഇഷ്ടം, ക്യാറ്റ് ഫുഡിനെക്കാട്ടിയും ഇഷ്ടം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ക്യാറ്റ് ഫുഡിനെക്കാട്ടിയും ഇഷ്ടം ഈ ഫുഡാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഈ ഒരു ഫുഡ് ഇങ്ങനത്തെ ഒരു ഫുഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം കുറച്ചെല്ലാം ക്യാഷ് ലാഭിക്കുകയും ചെയ്യും, അവർക്ക് വിശപ്പ് കേട്ട് നല്ലോണം വയറടച്ച് കഴിക്കാനുള്ള ഭക്ഷണം കിട്ടുകയും ചെയ്യും. നമ്മളുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ അവർക്കുടെ വിശപ്പ് കട. അവർക്ക് എന്താണ് ഇപ്പോൾ ഇവർ എല്ലാവരും കാർണിവോറസാണ്, അതായത് മാംസാഹാരികളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നോൺ തന്നെ കൊടുക്കുക. ഞാൻ പൊതുവെ എനിക്ക് ഫിഷ് ഐറ്റംസ് കൊടുക്കൽ വളരെ കുറവാണ്. പിന്നെ വല്ല മിയോയുടെയൊക്കെ ഫിഷിൻ്റെ മറ്റേ സിപ്പപ്പിൻ്റെയൊക്കെ മറ്റേ സംഭവം, ആ സംഭവമൊക്കെ മാത്രമേ കൊടുക്കാറുള്ളൂ. ഫിഷ് ഐറ്റംസ് കൊടുക്കൽ വളരെ കുറവാണ്. എനിക്ക് കൂടുതലും ഞാൻ ചിക്കൻ ബീഫൊക്കെയാണ് കൊടുക്കാറ്. ഇപ്പോൾ ബീഫൊക്കെ ആണെങ്കിൽ നമ്മൾ റോ മീറ്റ്, അതായത് വേവിക്കാത്ത പച്ച ബീഫാണ് നമ്മൾ കൊടുക്കാറ്, അവർക്കതാണ് ഇഷ്ടം. ബീഫ് വേവിക്കാറില്ല, ചിക്കൻ മാത്രം നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് കൊടുക്കുകയുള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഫുഡാണ് ഇപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സെമി ലിക്വിഡ് ഫോമിലുള്ള ഈ ഫുഡ്. ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ കാലത്ത് ക്യാറ്റ് ഫുഡും കൊടുക്കും, വൈകുന്നേരം ഈ ലിക്വിഡ് ഫുഡും കൊടുക്കും, കുറച്ച് ക്യാറ്റ് ഫുഡും കൊടുക്കും. രാത്രിയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പേർഷ്യൻ ക്യാറ്റെല്ലാം തണുപ്പ് ഇഷ്ടപ്പെടുന്ന ജീവിയാണ്. അപ്പോൾ എനിക്ക് തണുപ്പാണ് കൂടുതൽ വേണ്ടത്. തണുപ്പുള്ള സമയത്താണ് അവർ കൂടുതൽ ഭക്ഷണം എടുക്കുള്ളൂ. ചൂട് കൂടുന്നവർ ഫുഡ് എടുക്കൽ കുറയും. അപ്പോൾ എനിക്ക് രാത്രി സമയങ്ങളിലാണ് ഒരു കൂടുതൽ ഫുഡ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് കൂടുതൽ കൊടുത്തു തുടങ്ങിയിരുന്നത് വേനൽ കൂടിയ സമയത്താണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നാടൻ പൂച്ചക്കുഞ്ഞ്. അവനിക്കും ഈ സെയിം ക്യാറ്റ് ഫുഡും കൊടുക്കും. അവൻ ചോറൊന്നും തിന്നില്ല. ഇത് നമ്മൾ വിളിക്കുന്ന പേര് ബ്ലാക്കി എന്നാണ്. ഇവിടെ നമുക്ക് റോട്ടിൽ കിടന്ന് കിട്ടിയാണ്. ഈ അടുത്ത് നല്ല മഴ കൂട്ടിപ്പിടിച്ച സമയത്ത് റോട്ടിൽ കിടന്ന് കിട്ടിയാണ് ഈ ബ്ലാക്കിനെ. റോട്ടിൽ ഒരു കാനയുടെ മുകളിലിരിക്കുമായിരുന്നു മഴ നനഞ്ഞ്. അപ്പോൾ നമ്മുടെ പശുവിനെ പറമ്പിൽ കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് കരച്ചിലാണ് നമുക്ക് ബ്രാക്കുന്നത്. എന്തായാലും പേർഷ്യൻ ക്യാറ്റ് ഉണ്ട്. ഒന്നും ഉദ്ദേശിച്ചാണ് കൊണ്ടുവന്നത്, കാരണം വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല. പേർഷ്യൻ ക്യാറ്റിന് എപ്പോഴും ക്യാറ്റ് ഫുഡ് ബാക്കി വരും പാത്രത്തിലിട്ടത്. തണുത്ത് കഴിയുമ്പോൾ ഇവർക്ക് തിന്നാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ക്യാറ്റ് ഫുഡൊക്കെ തിന്നാനൊരാളായി അതിൻ്റെ ജീവനം രക്ഷപ്പെടുക. അന്നത്തെ കൊണ്ടുവന്ന സിറ്റുവേഷൻ വെച്ച് രക്ഷപ്പെടുക നമുക്കൊരു ഉറപ്പുണ്ടായില്ല. അത്ര ക്ഷീണവുമായിരുന്നൊക്കെ ആയിരുന്നു. അവളിവിടെ കൊണ്ടുവന്നത് തന്നെ അവൾക്കടെ ക്യാറ്റ് ഫുഡ്, തണുത്ത ക്യാറ്റ് ഫുഡ് തിന്നണ തീറ്റാണ് തന്നെ നമുക്ക് ഒരാക്കെത്തിപ്പോയി. കാരണം 1-2 ദിവസം ഏതോ ഇഷ്ടംമാർ കൊണ്ടുവന്ന് കളഞ്ഞാണ് ഈ പാവം കുഞ്ഞിനാണ്. നമ്മുടെ കിട്ടേണ്ട അത്രയും കൂടി ഇല്ല അവള്. പക്ഷെ ഇപ്പോൾ ആൾ ഉഷാറായി. ഇനി പോക്ക് കൊടുക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഡീവോമിങ്ങിന് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവള് അടിപൊളിയാവും. അവൾ തനി നാടൻ കുഞ്ഞ്, പക്ഷെ നല്ല സ്നേഹമുണ്ട്, നല്ല ബുദ്ധിയുമുള്ള കുഞ്ഞാണ്. അവളിവിടെ മുറ്റത്ത് നടക്കും. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഈ സ്പെഷ്യൽ ക്യാറ്റ് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.